ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ലോഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കിട്ടിയിരിക്കുന്ന വിവരം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ എക്സ്ക്ലൂസീവ് ബിഗ് ബോസ് മലയാളം അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കാനായിട്ട് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ആക്കി വെക്കുക. വീഡിയോയിലേക്ക് പോകാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 മുംബൈയിൽ വെച്ചിട്ടായിരിക്കും നടത്താൻ പോകുന്നത്. ദാദാ സാഹിബ് ഫാൽക്കെ ചിത്രനഗരി എന്ന് പറയുന്ന ഫിലിം സിറ്റിയിൽ വെച്ചായിരിക്കും നമ്മുടെ മലയാളം സീസൺ 7 നടക്കാനായിട്ട് പോകുന്നത്. മറാഠി ബിഗ് ബോസ് നടന്ന ഹൗസിലായിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. അതിന് കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സീസൺ ഏതാണ്ട് 70 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കഴിഞ്ഞ സീസൺ 5 ആണ്. അപ്പൊ ജൂലൈ 28 തുടങ്ങി ഒക്ടോബർ 6 ആയപ്പോഴത്തേക്കും അവര് വിന്നറിനെ പ്രഖ്യാപിച്ച് ഫിനാലെ അങ്ങോട്ട് വെച്ചു. അപ്പൊ അതുകൊണ്ടാണ് അതേ ഹൗസിൽ തന്നെ നമ്മുടേതായ രീതിയിൽ ഇത്തിരി റിനോവേഷൻസ് ഒക്കെ നടത്തി സീസൺ വെക്കാൻ അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞത്. നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ആ ഒരു സെറ്റ് ആണ്. നിങ്ങൾ ബ്രൗസ് ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതായിരുന്നു ആദ്യത്തെ അപ്ഡേറ്റ്. മുംബൈ ദാദാ സാഹിബ് ഫാൽക്കെ ചിത്രനഗരി എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കും മലയാളം സീസൺ 7 ബിഗ് ബോസ് മലയാളം സീസൺ 7 നടക്കാനായിട്ട് പോകുന്നത്. പിന്നെ കിട്ടിയിരിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ലേറ്റ് ആവും എന്നാണ് അറിയുന്നത്. ഏപ്രിൽ 2nd വീക്കോടുകൂടി ഗ്രാൻഡ് ലോഞ്ച് വെക്കാനാണ് ഇപ്പോഴത്തെ അണിയർ പ്രവർത്തകരുടെ തീരുമാനം. ചിലപ്പോൾ അതിലും ലേറ്റ് ആയേക്കാം. കാരണം ബിഗ് ബോസിലേക്കുള്ള ആ ഒരു ഓഡീഷൻ പ്രോസസ്സ്, പിന്നെ ഒരു പ്രീ പ്രൊഡക്ഷൻ പ്രോസസ്സ്, അതൊക്കെ നമ്മൾ വിചാരിക്കുന്നതിലും കഠിനമായിട്ടുള്ള സംഭവങ്ങളാണ്. അത്രയധികം ആളുകൾ ഇൻവോൾവ് ആയിട്ടുള്ള പരിപാടിയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സോഴ്സ് ഇപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലും നമ്മൾ അറിയും. അത് അന്നപ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.